ഇന്ന് സ്ട്രോബെറി ചന്ദ്രനെ കാണാം. യുഎഇയിലും കാണാൻ അവസരം. വസന്തകാലത്തെ അവസാന പൂർണ്ണചന്ദ്രനായ അപൂർവ സ്ട്രോബെറി ചന്ദ്രനെ കാണാനുള്ള അവസരമാണ് ഇന്ന് ഒരുങ്ങുന്നത്. ഇനി 2043 വരെ ഇത്രയും താഴ്ന്ന നിലയിൽ പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയില്ലെന്നാണ് ദുബായ് ജ്യോതിശാസ്ത്ര വിഭാഗം അറിയിച്ചത്. ഇന്ന് രാത്രി 7:32 ചന്ദ്രോദയത്തോടെ ദൃശ്യമാകുന്ന ഈ വിസ്മയം നാളെ പുലർച്ചെ 5:55 വരെ വാനത്ത് തുടരും. സ്ട്രോബെറി മൂൺ എന്നാണ് പേരെങ്കിലും പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ ഇത് സാധാരണ കാണപ്പെടാറില്ല. അന്തരീക്ഷ സാഹചര്യമനുസരിച്ച് ഇത് മഞ്ഞയോ ഓറഞ്ചോ ആയിരിക്കും. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയി അപകടത്തിൽപ്പെട്ട സംഘത്തിലെ പരിക്കേറ്റവരെല്ലാം അപകടനില തരണം ചെയ്തു. 3 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ച അപകടത്തിൽ 27 പേർക്കായിരുന്നു പരിക്കേറ്റിരുന്നത്. ഇവരിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. ഷാർജയിൽ വൻ തീപിടുത്തം, ആളപായം ഇല്ല. ഷാർജ വ്യവസായ മേഖല 6-ൽ ഇന്ന് രാവിലെ 9:45 തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തെ തുടർന്ന് ഈ ഭാഗത്ത് ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു. അബുദാബിയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളും കമ്പനികളും കരുതിയിരിക്കുക. പരിശോധന കർശനമാണ്. ഇതിനോടകം 11,000-ലേറെ ഇടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇതിൽ മോശം ഇൻസ്റ്റലേഷൻ, നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ, പതിവ് അറ്റകുറ്റപ്പണികളുടെ അഭാവം എന്നിങ്ങനെയുള്ള നിരവധി ലംഘനങ്ങളും കണ്ടെത്തിയതായി അബുദാബി ഊർജ വകുപ്പ് അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ ഉടമകൾ, ഇത്തരം ജോലികൾക്കായി തൊഴിലാളികളെ നിയമിക്കുന്ന റിക്രൂട്ട്മെന്റ് കമ്പനികൾ എന്നിവർ നിയമലംഘകരിൽ ഉൾപ്പെടും. മനിലയിലേക്ക് പറക്കാൻ ഇനി വെറും 3 ദിർഹം. ഇന്നു മുതൽ വരുന്ന ഞായറാഴ്ച വരെ ദുബായിൽ നിന്ന് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലേക്ക് സെബു പസഫിക് വഴി ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇളവ് ലഭിക്കുന്നത്. ഡിസംബർ 1 മുതൽ 2026 മെയ് 31 വരെ യാത്ര ചെയ്യുന്നവർക്കാണ് വിസ്മയിപ്പിക്കുന്ന നിരക്കിളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടിക്കറ്റിലെ ഫീസുകളും സർചാർജുകളും ഒഴികെയാണ് ഇത്. നാളെ നടക്കുന്ന 127ാമത് ഫിലിപ്പീൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് പ്രൊമോഷൻ പ്രഖ്യാപിച്ചതെന്ന് സെബു പസഫിക് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. സൗദി അറേബ്യയുടെ സഹായ ഏജൻസിയായ KSV ലബനിലെ ട്രിപ്പോളി, ജബൈൽ നഗരങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു. 1800 പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കളാണ് വിതരണം ചെയ്തത്. ലബനിലേക്കുള്ള അടിയന്തര ഭക്ഷ്യവസ്ത്ര സഹായ പദ്ധതിയുടെ ഭാഗമാണ് ഇത്. ഈദുൽ അദ്ഹ പദ്ധതിയുടെ ഭാഗമായി യമനിലെ മാരി പ്രവിശ്യയിൽ 1780 ബലിമൃഗങ്ങളെയും വിതരണം ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റൈനിലെ പ്രമുഖ സൗണ്ട് എഞ്ചിനീയറായിരുന്ന കപിൽ രഞ്ജി തമ്പാൻ വാഹനാപകടത്തിൽ മരിച്ചു. 42 വയസ്സായിരുന്നു. കാനഡയിലെ കാലിഡോണിയ ഹാമിൽട്ടൺ ഹൈവേയിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ സ്വദേശിയാണ്. ഷാർജ KMCC കൊടുങ്ങല്ലൂർ മണ്ഡലം ഈദ് സംഗമവും വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം മുഞ്ഞേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നുഫൈൽ പുത്തഞ്ചിറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുജീബ് റഹ്മാൻ തൃക്കണ്ണപുരം, സിറാജ് മുസ്തഫ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. ഉന്നത ബിരുദം കരസ്ഥമാക്കിയ ആയിഷ ബിൻ ഹാഷിമിനെയും നിഹാൽ നിയാസിനെയും ചടങ്ങിൽ ആദരിച്ചു. അലി വടയും ഈദ് സന്ദേശം നൽകി. കെ ഷാനവാസ്, CB കരീം, ഫബീന ടീച്ചർ, MA ഹനീജ്, MA ഷംസുദ്ദീൻ, റഫീഖ് തുളുവഞ്ചേരി എന്നിവർ സംസാരിച്ചു. TK മുഹമ്മദ് കബീർ സ്വാഗതവും MA സനീത് നന്ദിയും പറഞ്ഞു. ഇനി പ്രവാസികൾ അറിയാൻ. ദുബായിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രവാസികളുണ്ട്. അവർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നിരവധി വകുപ്പുകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ ജോലിക്കാരെ നിയമിക്കുന്നുണ്ട്. നിലവിൽ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വിവര സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, നഗരാസൂത്രണം, സാമൂഹിക സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ഇതിനായി ദുബായ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോർട്ടലായ www.dubaicariers.ae സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായ ജോലികൾ കണ്ടെത്താനാവും. നേരിട്ട് ഓൺലൈൻ വഴിയാണ് ഇത്തരം അപേക്ഷകൾ സ്വീകരിക്കുന്നതും.